ഹായ് കൂട്ടുകാരെ, കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിക്കുക? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ തന്നതൊക്കെ കൂട്ടുകാർ പഠിച്ചായിരുന്നോ? നമുക്ക് നോക്കിയാലോ. ഈ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങളാണ് കേട്ടോ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർ ബുക്കിലേക്കൊക്കെ എഴുതിയില്ലേ? നമുക്ക് നേരെ നോക്കിയാലോ. ആദ്യത്തെ അക്ഷരം എന്താണ്? ആയാണ് കേട്ടോ. കൂട്ടുകാർ പഠിച്ചതല്ലേ? ആ വെച്ചിട്ട് എന്താ? അമ്മ. ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ആ വെച്ചിട്ട് എന്താണ്? അമ്മ. അമ്മ ഇഷ്ടാണോ കൂട്ടുകാർക്ക്? ഇഷ്ടല്ലേ? അമ്മയാണല്ലേ കൂട്ടുകാരെ നോക്കുന്നതൊക്കെ. അമ്മ എന്ന് എഴുതുന്ന എങ്ങനെയാന്ന് നോക്കിയാലോ. കൂട്ടുകാരൊന്ന് ബോർഡിലേക്ക് നോക്കിയേ. ആ എഴുതി ഇമ്മ എഴുതുന്നുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. കൂട്ടുകാർ ഈ പടത്തിൽ നോക്കിക്കേ. ഒരു കുഞ്ഞുവാവയെ കണ്ടോ? കുഞ്ഞുവാവെ അമ്മയാണല്ലേ കളിപ്പിക്കുന്നേ. അടുത്ത അക്ഷരം നമുക്ക് നോക്കിയാലോ. ആ എഴുതിയിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു കുനുപ്പിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അതിനാണ് ആ എന്ന് പറയുന്നത്. കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആ വെച്ചിട്ട് ഏത് വാക്കായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഓർത്ത് നോക്കിക്കേ ഏത് വാക്കാണെന്ന്. ആനയാണല്ലേ. ഈ പടത്തിൽ കാണുന്ന എന്താണ്? ആന. കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? കുറേ ആനയുണ്ടല്ലേ. അതിന്റെ കൂട്ടത്തില് കുഞ്ഞാനകളും ഉണ്ട്. ഇഷ്ടാണോ കൂട്ടുകാർക്ക് ആനയെ കാണാൻ? ആനയുടെ കളർ എന്താണ്? കറുപ്പാണല്ലേ. നോക്കിക്കേ. ഇനി നമുക്ക് ആനയെന്ന് എഴുതുന്ന എങ്ങനെയാന്ന് നോക്കിയാലോ. ആദ്യം നമ്മള് ആ എഴുതുന്നുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ? നായും കൂടെ കൂട്ടത്തിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാ കൂട്ടി വായിക്കുക? ആന. നമ്മൾ പഠിച്ചാണല്ലേ. കൂട്ടുകാരും ബുക്കിലെല്ലാം എഴുതിയതല്ലേ. അടുത്ത അക്ഷരം എന്താണ്? ഓർത്ത് നോക്കിക്കേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണല്ലോ. ഈ ആണല്ലേ. ഈ വെച്ചിട്ട് വാക്കുകൾ കൂട്ടുകാർക്ക് അറിയാവോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം 5 വാക്കുകൾ വെച്ച് പഠിച്ചതായിരുന്നു. ഈ വെച്ചിട്ട് ഇഞ്ചിയാണ്. നോക്കിക്കേ. ഈ പടത്തിൽ കാണുന്ന എന്താണ്? ഇഞ്ചി. നമ്മൾ കറിയൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലേ ഇഞ്ചി. ഇഞ്ചിന്ന് എങ്ങനെ എഴുതുന്നേ? ബോർഡിലൊന്ന് നോക്കിയേ കൂട്ടുകാര്. ഈ എഴുതി ഇഞ്ചായിട്ട് വള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. ഈയുടെ വള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കൂട്ടി ഒന്ന് വായിച്ചതിന്റെ കൂട്ടുകാര്. വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പുറത്തേക്കൊക്കെ നോക്കിയിരുന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി അടുത്ത അക്ഷരം എന്താണ്? നമ്മൾ ഏതൊക്കെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആ പഠിച്ചു. ആ ഈ ആണ് കേട്ടോ ഇപ്പൊ പഠിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ കൂട്ടുകാര്. നമ്മള് ഈ എഴുതുന്ന ഒന്ന് നോക്കിക്കേ. ഈയുടെ കൂട്ടത്തില് എന്താ ചെയ്യുന്നത്? ഒരു കുനുപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. എന്താ ഇതിന് പറയുന്നത്? ഈ. നമുക്ക് ഇത് വെച്ചൊരു വാക്ക് നോക്കിയാലോ. ഈ വെച്ചിട്ട് നമ്മൾ ഏത് വാക്കാ എഴുതിയിട്ടുള്ളത്? ഈച്ചാന്നാണ് കേട്ടോ. ഈച്ചാന്ന് എങ്ങനെ എഴുതുന്നേ? കൂട്ടുകാർ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാവോ. ഈ എഴുതിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ? ഇച്ച ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. കൂട്ടി ഒന്ന് വായിച്ചു നോക്കിയേ. ഈച്ച. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈച്ചയെ? ചെറിയൊരു പ്രാണിയാണല്ലേ. കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? കൊതുക് പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്രാണിയാണല്ലേ. അടുത്ത വാക്ക് പഠിച്ചാലോ നമുക്ക്. അടുത്ത എന്താണ്? പൂവാണ്. ഇപ്പൊ നമ്മള് എത്ര വാക്കുകൾ പഠിച്ചു? ആ പഠിച്ചു. ആ ഈ. അടുത്തത് എന്താണ്? പൂവാണല്ലേ. പൂ വെച്ചിട്ടുള്ള വാക്കുകൾ കൂട്ടുകാർക്ക് അറിയാവോ? അറിയാമെങ്കിൽ ഓരോന്നായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. പൂ വെച്ചിട്ട് ഉറിയാണല്ലേ. ഉറി എങ്ങനെ എഴുതുന്നേ? പൂ എഴുതിയിട്ട് റാ എഴുതി ഈയുടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. കൂട്ടി ഒന്ന് വായിച്ചു നോക്കിയേ. ഊ എഴുതി റായുടെ ചിഹ്നം ഇട്ട് ഈയുടെ വള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. കൂട്ടി വായിച്ചേ. ഉറി. ഉറി കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഒന്ന് നോക്കിക്കേ. ഉറി എന്ന് എഴുതിയത് എങ്ങനെയൊന്ന് മനസ്സിലായോ കൂട്ടുകാർക്ക്? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് വേഗം തന്നെ പഠിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അടുത്ത എന്താണ്? പൂവാണല്ലേ. പൂ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? പൂ വെച്ചിട്ട് എന്താണ്? ഊഞ്ഞാൽ. ഊഞ്ഞാല് കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലേ ആടാനെല്ലാം. ഇതുവരെ ഊഞ്ഞാലിൽ കയറി കളിക്കാത്ത കൂട്ടുകാരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈയൊന്ന് പൊക്കിയേ. നമുക്ക് നോക്കാലോ ആരൊക്കെയാ ഊഞ്ഞാലി കളിക്കാത്തേന്ന്. ഇത്രയും പേരുണ്ടോ ഊഞ്ഞാലി കളിക്കാത്തത്? എങ്കിൽ ഇന്ന് തന്നെ പറയണം കേട്ടോ. അച്ഛനോടോ അമ്മയോടോ പറയണം ഊഞ്ഞാലി കെട്ടിത്തരാൻ. നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. അടുത്ത എന്താണ്? നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. എവിടം വരെയാ നമ്മൾ പഠിച്ചേന്ന്? ഈ അത്രയാണ് നമ്മൾ പഠിച്ചതല്ലേ. അടുത്ത അക്ഷരം എന്താണ്? എറുവാണ്. എറു വെച്ചിട്ടുള്ള വാക്കുകൾ കൂട്ടുകാർക്ക് അറിയാവോ? പറഞ്ഞു നോക്കിക്കേ. എറു വെച്ചിട്ട് ഏതാണ്? ഋഷി.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചതാണല്ലേ, ബോർഡിലൊക്കെ എഴുതി പഠിച്ചതാണ്. കൂട്ടുകാരെ ഓർക്കുന്നുണ്ടല്ലേ? അപ്പൊ എങ്ങനെ എഴുതുന്നേ? എറു എഴുതി, ഷാ എഴുതി, ഈയുടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ, വള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ വായിക്കാ? ഋഷി. ഋ എഴുതാൻ കൂട്ടുകാർക്ക് അറിയില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ എങ്ങനെയാ ഋ എഴുതുന്നത്. ഋ എഴുതിയിട്ട് ഷാ എഴുതി വള്ളിയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. നോക്കിയിരിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ കൂട്ടുകാർക്ക് മര്യാദയ്ക്ക് എഴുതാനും പഠിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അടുത്ത അക്ഷരം എന്താണ്? ഈ അക്ഷരം കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ ഇത് വായിക്കുന്നേ? എ എന്നാണല്ലേ. എ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? ഏ, ഇതാരാ ഈ ഫോട്ടോയിൽ കാണുന്ന ആള്? എലിയാണല്ലേ. എലി കണ്ടിട്ടുണ്ടോ? നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. 2 കൈയും വെച്ചിട്ട് എന്തോ സാധനം കഴിക്കാവൻ. നല്ല രസമുണ്ട്. കുഞ്ഞി കണ്ണും കുഞ്ഞി ചെവിയൊക്കെ ആയിട്ട് ഇരിക്കുന്നല്ലേ. കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ വീട്ടിലെ എലിയെല്ലാം? എന്താ അവൻ കഴിക്കുന്നേ? എന്തോ ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നല്ലേ. ഇങ്ങനെ എലിയെന്ന് എഴുതുന്നേ? എ എഴുതി, ലാ എഴുതി, ഈയുടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കാ? എലി. എഴുതി നോക്കിയേ കൂട്ടുകാരെന്ന്. ബുക്കിലേക്കൊന്ന് എഴുതി നോക്ക് കേട്ടോ, എഴുതാൻ പറ്റുന്നുണ്ടോന്ന്. നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. ഇവിടം വരെയാ നമ്മൾ പഠിച്ചത്. ആ തൊട്ട് എ വരെ പഠിച്ചല്ലേ. എങ്ങനെയാ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്? ആ എഴുതുന്ന എങ്ങനെയാ? കൂട്ടുകാരെ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കും. ഇവിടെ ആ, ആ, ഇ, ഈ, ഉ, ഊ, എറു, എ. അത്രയാണ് നമ്മൾ പഠിച്ചതല്ലേ. അടുത്ത അക്ഷരം എന്താണ്? ഏ. ഏ എഴുതുന്ന എങ്ങനെയാ? ശ്രദ്ധിച്ചിരിക്കണേ, ബോർഡിലേക്ക് നോക്കി. എ എഴുതിയിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു കുനുപ്പൂടെ വരുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കാ? ഏ. ഏ വെച്ചിട്ടൊരു വാക്കറിയോ കൂട്ടുകാർക്ക്? ഏണി. ചേട്ടൻ കേറിപ്പോന്നുണ്ടോ? നമ്മുടെ അച്ഛന്മാരും ഒക്കെ കയറുമല്ലേ ഇതുപോലെ മേളിലേക്ക്. സാധനത്തിന് എന്താ പറയാ? ഏണി. ഏണി എന്ന് എങ്ങനെയാ എഴുതുക? ഏ എഴുതി, നാ എഴുതി, ഈയുടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ, വള്ളിയാണ്. അപ്പൊ എങ്ങനെ വായിക്കും? ഏണി. ശ്രദ്ധിച്ചിരിക്കണേ, നമുക്കൊന്ന് ബുക്കിലേക്ക് എഴുതി നോക്കിയാലോ. അടുത്ത അക്ഷരം എന്താണ്? ഐയാണല്ലേ. ഐ വെച്ചിട്ട് വാക്ക് കൂട്ടുകാർക്ക് അറിയാവോ? നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ, ഐസ്ക്രീം. ഇഷ്ടമാണോ കൂട്ടുകാർക്ക് ഐസ്ക്രീം കഴിക്കാൻ? നല്ല തണുപ്പാണല്ലേ ഐസ്ക്രീം കഴിക്കാനൊക്കെ. ഐ എന്ന് എങ്ങനെ എഴുതുന്നത്? എയുടെ മുന്നില് ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ, ഐയുടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കാ? ഐ. ഐ വെച്ചിട്ട് വാക്കാണ് ഐസ്ക്രീം. ഫോട്ടോയിൽ കണ്ടോ? കൂട്ടുകാർക്ക് കൊതിയാവുന്നുണ്ടോ ഫോട്ടോയിൽ കണ്ട ഐസ്ക്രീം കണ്ടിട്ട്? ഐസ്ക്രീം വേണോന്ന് തോന്നുന്നുണ്ടോ? അടുത്ത അക്ഷരം എന്താണ്? ഓയാണല്ലേ. ഓ എങ്ങനെ എഴുതുന്നേ? കൂട്ടുകാർ പഠിച്ചതാണ്, ശ്രദ്ധിച്ച് നോക്കിയിരുന്നേ. ഓ ഇങ്ങനെയാണല്ലേ എഴുതുന്നേ. ഓ വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞാലോ? ഒച്ച. ഒച്ചെന്ന് എങ്ങനെ എഴുതുന്നേ? ബോർഡിലേക്ക് നോക്കിയിരുന്നേ. ഓ എഴുതി, ചായ എഴുതി, മേലില് ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോഴാണ് ഒച്ചാവുന്നത്. ഓക്കെയല്ലേ? കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായോ? നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ. ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്? ആ, ആ, ഇ, ഈ, ഉ, ഊ, എറു, എ, ഐ, ഓ, ഓ. അവിടം വരെയാണല്ലേ നമ്മളിപ്പോ പഠിച്ചു നിർത്തിയത്. ഓ പഠിച്ചില്ല. ഓ പഠിക്കാം നമുക്ക്. ഓയുടെ കൂട്ടത്തില് ഒരു ദീർഘം കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഓ എന്ന് വായിക്കുന്നത്. അത് വെച്ചിട്ടുള്ള ഒരു വാക്ക് പറയാവോ കൂട്ടുകാര്? അറിയാവോ? ഓ വെച്ചിട്ട് എന്താണ്? ഓന്ത്. ഓന്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? നിറം മാറുന്ന ഒരു ജീവിയാണല്ലേ. എന്തൊക്കെ കളറാണ് ഓന്തിന് വരുന്നത്? പുല്ലിന്റെ പുറത്തിരിക്കുമ്പോ പച്ച കളറ് വരും, മരത്തിന്റെ മേളിലിരിക്കുമ്പോ ആ മരത്തിന്റെ ഒരു കളറില്ലേ, ആ കളർ വരുമല്ലേ. കൂട്ടുകാര് കണ്ടിട്ടുണ്ടോ? പേടിയാണെന്നോ? അയ്യോ, ഓന്തിനെ പേടിക്കൊന്നും വേണ്ട, അത് നമ്മളെ ഉപദ്രവിക്കുന്ന ജീവിയൊന്നും അല്ല കേട്ടോ. അപ്പോ എന്താ നമ്മൾ പഠിച്ചത്? ഓന്ത്. ഓന്തെന്ന് എങ്ങനെ എഴുതുന്നേ? ബോർഡിലൊന്ന് നോക്കിക്കേ. ഓ എഴുതി, ദീർഘയിട്ട്, ദാ എഴുതി, മേലില് ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കാ? ഓന്ത്. അടുത്ത അക്ഷരം എന്താണ്? ഔവാണ്. ഔ അറിയോ കൂട്ടുകാർക്ക് എഴുതാനായിട്ട്? നമ്മള് ഓ എഴുതി, ഓ എഴുതി, അടുത്തത് എഴുതാൻ സുഖാണ് കേട്ടോ. ഓ എഴുതിയിട്ട് ഇതിങ്ങനെ ബോർഡിൽ നോക്കിക്കേ, ഇതുപോലൊരു സാധനം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഔവാകും. ഔ വെച്ചിട്ടൊരു വാക്കറിയോ കൂട്ടുകാർക്ക്? ഔഷധം. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ മരുന്നില്ലേ, അസുഖമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോവല്ലേ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് തരുന്നതാണല്ലേ ഇത്, ഗുളിക. ഇതിനാണ് നമ്മൾ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് ഔഷധം എന്നാണ് കേട്ടോ. കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടോ?
മരുന്ന് കഴിക്കാത്തതായിട്ട് ഒരു കൂട്ടുകാരും ഉണ്ടാവില്ല അല്ലേ? കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈയൊന്ന് പൊക്കിയേ, നമുക്ക് നോക്കിയാലോ. അടുത്ത വാക്ക് എന്താണ്? അമ്മ ആണല്ലേ. തീരാറായല്ലേ നമ്മൾ പഠിക്കുന്ന വാക്കുകൾ? ഇനി 2 അക്ഷരം കൂടിയേ ഉള്ളൂ. നമ്മളിപ്പോ പഠിക്കുന്ന എന്താണ്? സ്വരാക്ഷരങ്ങളാണ്. അതിൽ എത്ര വാക്കുകൾ നമ്മൾ പഠിച്ചു? ആ, ആ, ഇ, ഈ, ഉ, ഊ, എറു, എ, ഐ, ഓ, ഔ, അം. അമ്മാണല്ലേ നമ്മളിപ്പോ പഠിക്കുന്നത്. അമ്മ എഴുതുന്നത് എങ്ങനെയാ? സുഖാണല്ലേ? ആ എഴുതിയിട്ട് ഒരു വട്ടപ്പൂജ ഇട്ടാ മതി. അപ്പൊ എങ്ങനെ വായിക്കുക? അം. കൂട്ടുകാർക്ക് ഇഷ്ടായോ അമ്മ എഴുതാനായിട്ട്? അം വെച്ചിട്ട് ഒരു വാക്ക് പറയാവോ? അം വെച്ചിട്ട് എന്താണ്? അംബുജം. താമരയില്ലേ, അതിനാണ് കേട്ടോ അംബുജം എന്ന് പറയുന്നത്. നോക്കിയിരിക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എന്ത് കളറാടാ ഇതിന്? ലൈറ്റ് പിങ്ക് കളറാണല്ലേ താമരയ്ക്ക്. ഇഷ്ടപ്പെട്ടോ കൂട്ടുകാർക്ക്? ഇനി നമുക്ക് അടുത്ത ഒരു അക്ഷരം കൂടി പഠിച്ചാലോ. ലാസ്റ്റത്തെ ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം ഇവിടെ എല്ലാവരും. അടുത്ത അക്ഷരം എന്താണ്? അം, ആ. ആ എഴുതാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ചുമ്മാ ആ എഴുതി 2 കുത്തിട്ടാ മതി. അം വെച്ചിട്ട് വാക്കുകളൊന്നുമില്ല. കൂട്ടുകാർ ഇത്രയും പഠിച്ചോ? ഒന്ന് ആദ്യം തൊട്ടൊന്ന് പറയാവോ? ആദ്യത്തെ അക്ഷരം എന്തായിരുന്നു? ആയായിരുന്നല്ലേ ആദ്യത്തെ അക്ഷരം. ആ വെച്ചിട്ട് നമ്മൾ എന്ത് വാക്കാണ് പഠിച്ചത്? അമ്മ. എങ്ങനെയായിരുന്നു അമ്മ എന്ന് എഴുതിയത്? ആ എഴുതി ഇമ്മ ഇട്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്ക? അമ്മ. പഠിച്ചോ കൂട്ടുകാര്? അടുത്ത വാക്ക് എന്തായിരുന്നടാ? ആ. ആ വെച്ചിട്ട് നമ്മൾ ഏത് വാക്കാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആനയാണല്ലേ. ആനയെ കണ്ടോ നിങ്ങള്? പടത്തിൽ ടീച്ചർ കാണിച്ചതാണല്ലോ. ആനയുടെ കളർ എന്തായിരുന്നു? കറുത്ത കളറാണല്ലേ. ഇഷ്ടായോ ആനയെ? അമ്മയാനെ ഉണ്ടായിരുന്നു, കുഞ്ഞാനെ ഉണ്ടായിരുന്നല്ലേ. നല്ല രസം ഉണ്ടായിരുന്നു അവരെല്ലാരും കൂടെ കൂട്ടായിട്ട് നടന്നു പോകുന്ന കാണാനായിട്ട്. ഓക്കെ അല്ലേ? അടുത്ത വാക്ക് നമുക്ക് നോക്കിയാലോ. അടുത്ത അക്ഷരം എന്താണ്? ഈ ആണ്. ഈ വെച്ചിട്ട് നമ്മൾ ഏത് വാക്കായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇഞ്ചി ആണല്ലേ. ഇഞ്ചി എന്ന് നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ? ഒന്ന് ബുക്കിലൊന്ന് നോക്കിക്കേ. ഈ എഴുതി, ഇഞ്ച എഴുതി, ഈടെ വള്ളിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കുക? ഇഞ്ചി. ഇഞ്ചി കഴിച്ചിട്ടുണ്ടോ കൂട്ടുകാര്? അമ്മമാര് കറിയൊക്കെ ഉണ്ടാക്കുമല്ലേ, ഇഞ്ചിക്കറിയൊക്കെ. കഴിച്ചിട്ടുണ്ടോ? ഇത്തിരി എരിവൊക്കെ ഉണ്ടാവും. കൂട്ടുകാർക്ക് ചിലപ്പോ ഇഷ്ടാവാൻ ചാൻസ് ഉണ്ടാവൂല അല്ലേ? അപ്പോ നമുക്ക് അടുത്ത വാക്ക് നോക്കിയാലോ. അടുത്ത വാക്ക് എന്താണ്? ഈ. ഈ വെച്ചിട്ട് നമ്മൾ ഏത് വാക്കായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഓർക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയാവോ? ഈച്ച. അത് തന്നെ, ശരിയാണ് കേട്ടോ. ഈച്ച കണ്ടിട്ടില്ലേ കൂട്ടുകാര്? പടത്തില് നമ്മൾ കാണിച്ചതല്ലേ. ഒരു കുഞ്ഞു ജീവിയാണല്ലേ, പറക്കുകയൊക്കെ ചെയ്യും. ആ, ചിറകൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈച്ചാന്ന് എങ്ങനെ എഴുതുക? ഈ എഴുതി ഇച്ച ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്ക? ഈച്ച. അടുത്ത അക്ഷരം എന്താണ്? ഊവാണല്ലേ. ഊ വെച്ചിട്ട് നമ്മൾ ഏത് വാക്കായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഉറി. ഉറി കണ്ടിട്ടില്ലേ കൂട്ടുകാര്? ഉറി കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? നമ്മള് പടത്തില് കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഏതായിരുന്നു ഉറി എന്ന്. നോക്കിയോ കൂട്ടുകാര്? കണ്ടോ? ആ, അതാണല്ലേ ഉറി. ഇനി എങ്ങനെ ഉറി എഴുതുന്നേന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. ഊ എഴുതിയിട്ട് റാ എഴുതി ഈടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? ഉറി. അടുത്ത വാക്ക് നമുക്ക് നോക്കിയാലോ. ഊഞ്ഞാൽ. ഊ ആണല്ലേ അടുത്ത അക്ഷരം വരുന്നത്. ഊഞ്ഞാല് കൂട്ടുകാരെ ആടുന്നയാണല്ലേ. കൂട്ടുകാർക്ക് ഇഷ്ടാണല്ലേ ഊഞ്ഞാലാടാനൊക്കെ. എങ്ങനെയാ അപ്പൊ ഊഞ്ഞാൽ എഴുതുക? ഊ എഴുതിയിട്ട് ഇഞ്ഞ. ഇഞ്ഞ ഇട്ടിട്ട് ഇല്ലിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ ചില്ലക്ഷരങ്ങളൊക്കെ ഓൾറെഡി വേറെ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ബുക്കിൽ എഴുതി പഠിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒപ്പം പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. എന്തായിരുന്നു? ഊഞ്ഞാൽ. അടുത്ത വാക്ക് എന്താണ്? എറു ആണല്ലേ. എറു വെച്ചിട്ട് നമ്മൾ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? ഋഷി. എറു എഴുതി ഷാ എഴുതി ഈടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ വായിക്കുക? ഋഷി. ഓക്കെ അല്ലേ ഇത്രയും? അടുത്ത വാക്കിലോട്ട് പോയാലോ. അടുത്ത വാക്ക് എന്താടാ? ഏ ആണല്ലേ. കൂട്ടുകാരൊന്ന് എഴുതിയതൊക്കെ ഒന്ന് കാണിച്ചേ. ബുക്കൊന്ന് ഇങ്ങോട്ട് തിരിച്ചേ, നോക്കട്ടെ ശരിയാണോ എന്ന്. ആ, ശരിയാണ് കേട്ടോ. എഴുതിയിട്ട് നമ്മൾ ഏത് വാക്കായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? എലി എന്നായിരുന്നു. എലിന്ന് എങ്ങനെ എഴുതുക? എഴുതി ലാ എഴുതി ഈടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ, വള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കും? എലി.
എലിയെ കണ്ടിട്ടില്ലേ? നമ്മൾ പടത്തിൽ കണ്ടതാണല്ലേ. എന്തോ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണ് ആളിരുന്നിട്ട്. ഒരു കുഞ്ഞു വൈറ്റ് കളർ എലിയല്ലേ? ഓക്കെ അല്ലേടാ? അടുത്ത അക്ഷരം നോക്കാം നമുക്ക്. ബോറടിക്കുന്നുണ്ടോ നിങ്ങക്ക്? അടുത്ത അക്ഷരം എന്താണ്? ഏ വെച്ചിട്ട് വാക്ക് എന്തായിരുന്നു? ഏണി. ഏണി കണ്ടില്ലേ? നമ്മൾ പടത്തിൽ കണ്ടതാണല്ലേ. ഒരു ചേട്ടൻ മേലിലോട്ട് ചവിട്ടി ചവിട്ടി കയറി പോകുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. എല്ലാ വീടുകളിലും ഒക്കെ മിക്കതും ഏണി കാണുന്നതാണല്ലേ. കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിയേ നോക്കട്ടെ. ഇത്രയും പേര് കണ്ടിട്ടുണ്ടല്ലേ. ഓക്കെ, അടുത്ത വാക്ക് എന്തായിരുന്നു? അയ്യായിരുന്നല്ലേ. ഐ വെച്ചിട്ട് നമ്മൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ പറഞ്ഞത്. കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ? ഐസ്ക്രീം ആണല്ലേ. ഐസ്ക്രീമിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ കൂട്ടുകാർക്കൊക്കെ ചിരിയാണ് വരുന്നത്. അത് കൊള്ളാലോ. ഐസ്ക്രീം എന്ന് എങ്ങനെ എഴുതുന്നേ? ഐ എഴുതി, സാ എഴുതി, ചന്ദ്രക്കലയിട്ട് ക്ര. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർക്കുന്നുണ്ടോ കൂട്ടുകാര്? ക്ര, ക്രീ. വള്ളി ഇടുമ്പത്തേക്ക് എങ്ങനെ വായിക്കും? ക്രീ. അമ്മിന്റെ ചിഹ്നം ഇടുമ്പോ ഐസ്ക്രീം. വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നില്ലെങ്കിലും കൂട്ടുകാർക്ക് പടം കാണുമ്പോ മനസ്സിലാവൂല്ലേ എന്താ ഉള്ളതെന്ന്. ഇനി അടുത്ത എന്താണ്? അടുത്ത വാക്കാണ് ഓയാണ് കേട്ടോ. ഓ വെച്ചിട്ട് നമ്മൾ എന്തായിരുന്നു പടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്? ഒച്ച്. ഒച്ചെന്ന് എങ്ങനെ എഴുതുന്നേ? ഓ എഴുതി, ഇച്ചായിട്ട് ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത വാക്ക് എന്താടാ? ഓ എഴുതി, ഓയുടെ കൂട്ടത്തിൽ ദീർഘ ഇട്ട് കൊടുക്കുമ്പോ എങ്ങനെ വായിക്കുക? ഓ വെച്ചിട്ട് നമ്മൾ ഏത് വാക്കായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നിറം മാറുന്ന ഒരു ജീവിയെ പറ്റി പഠിച്ചില്ലേ? എന്തായിരുന്നു അത്? ഓന്ത്. ഓന്തെന്ന് എങ്ങനെയാ എഴുതുന്നേ? ഓ എഴുതി, ദീർഘം ഇട്ട് കൊടുത്ത്, ഇന്തായിട്ട് മേലില് ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെയാ വരുന്നേ? ഓന്ത്. വായിക്കാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക്? നമുക്ക് നോക്കാം. അടുത്ത അക്ഷരം എങ്ങനെയായിരുന്നു? ഓ എഴുതി, ഓ. പിന്നെ എന്തായിരുന്നു? ആണല്ലേ അടുത്ത അക്ഷരം. ഔ വെച്ചിട്ട് നമ്മൾ ഏത് വാക്കായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഔഷധാണ്. കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ? ഔഷധം എന്തായിരുന്നു? നമ്മുടെ മരുന്നില്ലേ, അതാണ് ഔഷധം. കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടീച്ചർ ഇത്രയും നേരം പറഞ്ഞു തന്നത്. ശ്രദ്ധിച്ചിരിക്കണേ ഇവിടെ. ഔഷധം. ഔഷധം എന്ന് എങ്ങനെ എഴുതുന്നത്? ഔ എഴുതി, ഷാ എഴുതി, ദാ എഴുതി, അമ്മിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കും? ഔഷധം. അടുത്ത വാക്ക് എന്താടാ? അംബുജം. അമ്മാണ്. വെച്ചിട്ട് നമ്മൾ പറഞ്ഞ വാക്കായിരുന്നല്ലേ അംബുജം എന്നുള്ളത്. അംബുജം എന്ന് എങ്ങനെയാ എഴുതുന്നേ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാവോ? ബോറായോ? തീർന്നു കേട്ടോ. ഇതും കൂടെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വരാക്ഷരങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ആയി. കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നത്. ശ്രദ്ധിച്ചിരുന്നാൽ കൂടെ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് അംബുജം എന്ന് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. അംബുജം എന്തായിരുന്നു? താമര. അമ്മെഴുതി, ബാ എഴുതി, ഊടെ ചിഹ്നയിട്ട്, ജാ എഴുതി, അമ്മിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? അംബുജം. ഓക്കെ അല്ലേ? കൂട്ടുകാർക്കെല്ലാം മനസ്സിലായില്ലേ? അപ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും എഴുതിക്കൊണ്ട് വരണം. എല്ലാവരും 2 ലൈൻ ബുക്ക് ഉണ്ടല്ലോ, നമ്മൾ എഴുതുന്ന ബുക്ക്. അതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ എഴുതിയ സ്വരാക്ഷരങ്ങളെന്ന് ഹെഡ്ലൈൻ കൊടുത്തിട്ട് താഴെ ഓരോരോ സ്വരാക്ഷരങ്ങളും എഴുതി അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ പഠിച്ച വാക്കുകളും കൂടെ എഴുതിക്കൊണ്ട് വരില്ലേ? ഓക്കെ അല്ലേ? അപ്പം അടുത്ത ക്ലാസ്സിൽ മറക്കാതെ എഴുതിക്കൊണ്ട് വരണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.